കാസർഗോഡ് കുമ്പളയിൽ വീടിനോട് ചേർന്ന മതിൽ ഇടിഞ്ഞു വീണു. കഞ്ചിക്കട്ടയിലെ KV സുരേഷിന്റെ വീട്ടിലാണ് അപകടമുണ്ടായത്. വീടും ഇപ്പോൾ അപകടാവസ്ഥയിലാണ്. അരുൺ പൂപ്പറമ്പ വിവരങ്ങൾ നൽകും. അരുൺ, ആ വീട് ദൃശ്യങ്ങൾ കാണാം, അല്പം ഉയരത്തിലാണ്. പ്രതികരണം കാണാം. ആദ്യം സൗണ്ട് കേട്ടിട്ടാണ് ഞാൻ എനിക്ക് നോക്കുമ്പോൾ മരടിച്ചിട്ടുണ്ട്. വീട് എന്തോ വേർത്തമാക്കി അവിടെ തന്നെ ഞാൻ കിടന്നിട്ടുണ്ടായിരുന്നു. ഒരു കഷ്ടത്തിലാതില്ല. അരുൺ പൂപ്പറമ്പ വിവരങ്ങൾ. അരുൺ ഒരു പാവപ്പെട്ട മനുഷ്യനാണ്, അദ്ദേഹം കരയുകയാണ്. ആ വീട് ആ മണ്ണ് ഇടിഞ്ഞ് നിൽക്കുന്നുണ്ട്. മതിൽ മാത്രമല്ല, വീടും അപകടാവസ്ഥയിലല്ലേ? സ്മൃതി, അത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. ആ വീടും ഇപ്പോൾ അപകടാവസ്ഥയിലാണ്. ഇന്ന് പുലർച്ചെയാണ് ഈ മതിൽ ഇടിഞ്ഞു വീണത്. വീടിനോട് ചേർന്ന് തന്നെയാണ് ആ മതിൽ ഉണ്ടായിരുന്നത്. കല്ലുകൊണ്ട്, ഈ ചെങ്കല്ലുകൊണ്ട് കെട്ടിയ ഒരു മതിലായിരുന്നു. അതിന് താഴെ ഒരു റോഡുണ്ട്. ആ വീട്ടിൽ അത്രേ സ്ഥലമുള്ളൂ. വീടിനോട് ചേർന്ന് തന്നെ മതിൽ ഉണ്ടായിരുന്നു. പുലർച്ചെ ഈ മതിൽ ഇടിഞ്ഞു വീഴുകയായിരുന്നു. ഇന്നലെ രാത്രിയിലൊക്കെ ആ ഭാഗത്ത് മഴ പെയ്തിരുന്നു എന്നാണ് ആ വീട്ടുകാരൊക്കെ പറയുന്നത്. ആ മഴയത്താണ് ഈ അപകടം ഉണ്ടായതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വീട്ടിൽ ഈ KV സുരേഷും അതോടൊപ്പം തന്നെ 3 മക്കളും ഭാര്യയുമായിരുന്നു ഉണ്ടായിരുന്നത്. പുലർച്ചെ സമയത്ത് ഇവർ കിടന്നുറങ്ങുകയായിരുന്നു. ആ സമയത്താണ് ഈ അപകടം ഉണ്ടായത്. പെട്ടെന്ന് ശബ്ദം കേട്ടാണ് അവർ വീട്ടിന് പുറത്തേക്ക് വന്നത്. ഒരുപക്ഷെ രാവിലെയൊക്കെയാണ് ഈ അപകടം, ഈ മതിലിടിഞ്ഞു വീഴുന്നുവെങ്കിൽ അത് മറ്റ് അപകടങ്ങളിലേക്ക് പോകുമായിരുന്നു എന്നതാണ് നമ്മൾ കാണേണ്ടത്. കുട്ടികൾ ഉൾപ്പെടെയുള്ള വീടാണ്. ഇപ്പോൾ ആ വീട്ടുകാരൻ, ഈ സുരേഷ് എന്ന ആൾ കരഞ്ഞുകൊണ്ടാണ് സംസാരിക്കുന്നത്. ആകെയുള്ള ഒരു സ്വത്താണ്. ഇപ്പോൾ ആ വീട് തന്നെ അപകടാവസ്ഥയിലാണുള്ളത്. സ്വാഭാവികമായും ഇനിയൊരു മഴ വന്നാൽ, ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം, ആ വീടിൻ്റെ അതിൻ്റെ ചേർന്ന്, വീടിനോട് ചേർന്ന് തന്നെയാണ് ആ മതിൽ ഇടിഞ്ഞിട്ടുള്ളത്. വീടിൻ്റെ അടിത്തറ തന്നെ അപകടാവസ്ഥയിലാവുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരുപക്ഷെ ഇനിയും അവിടെ ഒരു മണ്ണിടിച്ചിലോ അല്ലെങ്കിൽ ശക്തമായ മഴയിൽ എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചാൽ ആ വീടിന് തന്നെ അത് അപകടമാകും എന്നാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ പഞ്ചായത്ത് അധികൃതർ ഉൾപ്പെടെ വിവരം അറിയിച്ചിട്ടുണ്ട്. അവരെത്തി എന്തായാലും ഇവർക്കൊരു പരിഹാരം, അല്ലെങ്കിൽ ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ എന്തായാലും ഈ വീട്ടുകാരെ താൽക്കാലികമായി അവിടെ നിന്ന് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ നിലവിൽ തുടരാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ഇനിയും ശക്തമായ മഴ പെയ്തു കഴിഞ്ഞാൽ അപകടം ഉണ്ടാകും എന്നതുകൊണ്ട് തന്നെ പ്രാദേശികമായ അവിടെ ജനപ്രതിനിധികളൊക്കെ എത്തി തൽക്കാലം ഇവരെ മറ്റൊരിടത്തേക്ക് മാറ്റിയിട്ടുണ്ട്. എന്തായാലും ആ വീട് അപകടാവസ്ഥയിൽ തന്നെയാണ് ഉള്ളത്. അത് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ശരി, കനത്ത മഴയിൽ സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വലിയ നാശനഷ്ടങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. കാലവർഷം തുടങ്ങിയിട്ടേ ഉള്ളൂ. തുടങ്ങുമ്പോഴേ ഇതാണ് സ്ഥിതി.